പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 26. പ്രധാന വാർത്തകൾ. മസ്കത്ത് ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചു. എംബസി ഹാളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 ആരംഭിച്ച ഓപ്പൺ ഹൗസ് വൈകുന്നേരം 4 മണിവരെ തുടർന്നു. ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗും മറ്റ് എംബസി ഉദ്യോഗസ്ഥരും സന്നിധരായിരുന്നു. എംബസിയുടെ സഹായം ആവശ്യമായ നിരവധി വിഷയങ്ങൾ ഉണർത്തി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാരായ നിരവധി പ്രവാസികൾ ഓപ്പൺ ഹൗസിൽ പങ്കെടുത്തു. സാമൂഹിക പ്രവർത്തകരും സന്നിധരായിരുന്നു. ഓപ്പൺ ഹൗസിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് ടെലികോൺഫറൻസ് വഴിയും പരാതികൾ ബോധിപ്പിക്കുന്നതിനും സഹായങ്ങൾ തേടുന്നതിനും അവസരമൊരുക്കിയിരുന്നു. ഇടുക്കി സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിൽ നിര്യാതനായി. കാഞ്ചിയാറിലെ കല്ലുക്കുന്നേൽ ഹൗസിൽ റോയ്ച്ചൻ മാത്യു ആണ് മരണപ്പെട്ടത്. ഖുറിയാത്തിൽ പവർ ആൻഡ് സേഫ്റ്റി കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ചൊവ്വാഴ്ച നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മസ്കത്ത് KMCC ഗാല ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ടും സംഘാടന വൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമായി. ഇഫ്താർ സംഗമത്തിൽ സമൂഹത്തിലെ നാനാതുറകളിൽപ്പെട്ടവർ സന്നിധരായിരുന്നു. കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി റഹീം വറ്റല്ലൂർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഗാല KMCC പ്രസിഡന്റ് അബ്ദുൽ ഷുക്കൂർ ഹാജി അധ്യക്ഷത വഹിച്ചു. ആഷിഖ് അൽ ഹാദി വാഫി പ്രാർത്ഥന നടത്തി. ഫലസ്തീനെതിരെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനോട് അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി പ്രമേയത്തെ സ്വാഗതം ചെയ്ത് ഒമാൻ. ഗാസയ്ക്ക് എല്ലാ സാമഗ്രികളും മാനുഷിക സഹായവും തടസ്സമില്ലാതെ ലഭ്യമാക്കേണ്ടതിൻ്റെ ആവശ്യകതയും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. തിങ്കളാഴ്ചയാണ് UN സമിതി പ്രമേയം പാസാക്കിയത്. 14 രാഷ്ട്രങ്ങൾ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ ഇസ്രായേലിന്റെ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്ക പ്രമേയത്തെ വീറ്റോ ചെയ്യാതെ വിട്ടുനിന്നു. ഭിക്ഷാടനത്തിനെതിരായ ക്യാമ്പയിനിന്റെ ഭാഗമായി റമസാനിലെ ആദ്യ ആഴ്ച 45 യാചകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. യാചകരെ പരിമിതപ്പെടുത്തുന്നതിന് വിവിധ സ്ഥാപനങ്ങളുമായും വിഭാഗങ്ങളുമായും സഹകരിച്ചാണ് ക്യാമ്പയിൻ. യാചകരെ നിരീക്ഷിക്കുന്നതിന് സെർച്ച് ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട്. റമസാനിലെ 15-ാം രാവിൽ സ്വദേശികൾക്കിടയിൽ നടന്നുവരുന്ന കറൻ കാഷു ആഘോഷം ഇത്തവണയും വർണ്ണാഭമായി ആഘോഷിച്ചു. തിങ്കളാഴ്ച ഇഫ്താറിന് ശേഷം രാജ്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും കറൻ കാഷുവിന്റെ ഭാഗമായി കുട്ടികൾ പുറത്തിറങ്ങി. വേഷപ്രച്ഛന്നരായി താളമേളങ്ങളോടെ സ്വദേശി വീടുകളുടെ വാതിലിൽ മുട്ടി സന്തോഷ സമ്മാനങ്ങൾ ചോദിച്ചു വാങ്ങുന്ന ആചാരമാണ് ഇന്നലെ അരങ്ങേറിയത്. റമസാൻ 14 അസ്തമിച്ച രാത്രിയിലാണ് ഖറൻ കാഷു എന്നു പേരുള്ള ആചാരവുമായി കുട്ടികളും ചെറുപ്പക്കാരും ഇറങ്ങുന്നത്. പുതുതലമുറയിൽ നിന്ന് രാജ്യത്തിൻ്റെയും അറേബ്യൻ സംസ്കാരത്തിൻ്റെയും പരമ്പരാഗത ആഘോഷങ്ങൾ അന്യം നിൽക്കുന്നില്ലെന്ന സന്ദേശവും ആഘോഷം ജനങ്ങൾക്ക് നൽകി. വെളിയങ്കോട് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ കുടുംബസംഗമം സംഘടിപ്പിച്ചു. വെളിയങ്കോട് വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് റഷീദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഇഫ്താർ സംഗമത്തിൽ കബീർ ഫൈസി തിരൂർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പ്രസിഡന്റ് KH റഷീദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി അഷ്റഫ് ലക്കി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മുൻ പ്രസിഡന്റ് MV റഫീഖ് ആശംസകൾ നേർന്നു. വേൾഡ് മലയാളി ഫെഡറേഷൻ ഒമാൻ നാഷണൽ കൗൺസിൽ ഇഫ്താർ സംഗമം നടത്തി. വിവിധ സംഘടനാ നേതാക്കളും സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും വ്യവസായ പ്രമുഖരും മാധ്യമപ്രവർത്തകരും വേൾഡ് മലയാളി ഫെഡറേഷൻ അംഗങ്ങളും ഇഫ്താർ സംഗമത്തിൽ പങ്കുചേർന്നു. വേൾഡ് മലയാളി ഫെഡറേഷൻ പ്രസിഡന്റ് ജോർജ് P. രാജന്റെ അധ്യക്ഷതയിൽ ഞായറാഴ്ച റൂവി സ്റ്റാർ ഓഫ് കൊച്ചിൻ ഹാളിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ നാഷണൽ കോർഡിനേറ്റർ സുനിൽ കുമാർ എല്ലാവരെയും അഭിസംബോധന ചെയ്തു. നാഷണൽ സെക്രട്ടറി ഷെയ്ഖ് റഫീഖ് സ്വാഗതം ആശംസിച്ചു. റമസാന്റെ പ്രസക്തിയെക്കുറിച്ച് അബ്ദുൽ അസീസ് വയനാട് ക്ലാസ് എടുത്തു. വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് അമ്മുജം രവീന്ദ്രൻ, മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്റർ ഉല്ലാസ് ചേരിയൻ, മറ്റു ഗ്ലോബൽ മിഡിൽ ഈസ്റ്റ് നാഷണൽ ഭാരവാഹികളും അംഗങ്ങളും ക്ഷണിതാക്കളും സന്നിധരായിരുന്നു. ഒമാനിലെ ഇന്ത്യക്കാർ ഹോളി ആഘോഷിച്ചു. വ്യത്യസ്ത നിറങ്ങളിലുള്ള പൊടികൾ വിതറിയും വെള്ളം ചീറ്റിയും രാവിലെ മുതൽ തന്നെ ആഘോഷം ആരംഭിച്ചിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഹോളി ആഘോഷത്തിന് മുന്നിൽ. റമസാനായതിനാൽ പൊലിമകൾ കുറച്ചായിരുന്നു ആഘോഷങ്ങൾ. ഹോളിയുടെ ഭാഗമായി തയ്യാറാക്കിയ വിഭവങ്ങളും മധുര പലഹാരങ്ങളും പരസ്പരം കൈമാറുകയും ചെയ്തു.
ഗുജിയ അഥവാ കരഞ്ചി, പുരൻപോലി, ബാങ് ലഡു എന്നിവയാണ് ഹോളി ഉത്സവത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന പ്രത്യേക വിഭവങ്ങൾ. കടകളിലും പ്രത്യേക മധുര പലഹാരങ്ങൾ ലഭ്യമാക്കിയിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനക്കാർ ഹോളി ആഘോഷം വിശാലമായി കൊണ്ടാടിയിരുന്നു. ന്യൂനമർദ്ദത്തിന്റെ ആഘാതത്തെ തുടർന്ന് ഇന്നും നാളെയും വടക്കൻ ഗവർണറേറ്റുകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വാദികൾ നിറയാനും മഴ ഇടയാക്കും. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലും അൽഹജർ പർവ്വതനിരയുടെ ഭാഗങ്ങളിലുമാകും ഭേദപ്പെട്ട മഴയെത്തുക. ക്രമേണ അൽവുസ്ത, ദോഫാർ ഗവർണറേറ്റുകളിലേക്കും ന്യൂനമർദ്ദത്തിന്റെ ആഘാതം വ്യാപിക്കുമെന്നും കാലാവസ്ഥാ റിപ്പോർട്ടിൽ പറയുന്നു. തെക്ക് കിഴക്കൻ കാറ്റിനെ തുടർന്ന് ശക്തമായ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദാഹിറ, അൽവുസ്ത, തെക്കുവടക്ക് ഷർക്കിയ ഗവർണറേറ്റുകളിൽ പൊടിക്കാറ്റ് ശക്തമാകാനും ഇതുമൂലം പൊടി ഉയരാനും ദൃശ്യപരതയും ദൂരക്കാഴ്ചയും കുറയാനും സാധ്യതയുണ്ട്. യാത്ര ചെയ്യുന്നവർ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രദേശവാസികൾ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. പണം ഇരട്ടിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞ് സ്വദേശിയെ കബളിപ്പിച്ച വിദേശിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ആഫ്രിക്കൻ പൗരനെയാണ് പിടികൂടിയത്. പണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് ഇരയിൽ നിന്നും 22,000 റിയാലായിരുന്നു പ്രതി കൈവശപ്പെടുത്തിയത്. ഇയാൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് ആരോപി അറിയിച്ചു. അതേസമയം ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെയും ഇത്തരം സംഭവങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും പ്രവാസികൾ അറസ്റ്റിലാവുകയും നടപടിക്ക് വിധേയമാവുകയും ചെയ്തിരുന്നു. പൊതു ഇടങ്ങളിൽ ശല്യമാകുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾക്ക് തടവും പിഴയും ശിക്ഷ ലഭിക്കുമെന്നുണർത്തി പബ്ലിക് പ്രോസിക്യൂഷൻ. ബഹളം വയ്ക്കുക, ശല്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം തുടങ്ങിയവയ്ക്ക് 3 മാസം തടവും 300 റിയാൽ പിഴയുമാണ് ശിക്ഷ. വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള പ്രവൃത്തികൾക്ക് റോയൽ ഒമാൻ പോലീസിന്റെ ശിക്ഷാ നടപടികളും ഉണ്ടാകും. ഇതിനിടെ തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ റുസ്താഖ് വിലായത്തിൽ നിരത്തുകളിൽ അഭ്യാസ പ്രകടനം നടത്തിയ 13 പേർ അറസ്റ്റിലായി. 149 മോട്ടോർ സൈക്കിളുകളും തെക്കൻ ബാത്തിന റോയൽ ഒമാൻ പോലീസ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പിടിച്ചെടുത്തു. ഗതാഗത നിയമം ലംഘിച്ചതിനെ തുടർന്നാണ് നടപടി. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും പോലീസ് അറിയിച്ചു. ലോകകപ്പ് യോഗ്യതാ പോരാട്ടത്തിൽ ജയം തുടരാൻ ഒമാൻ ഇന്നിറങ്ങും. കോലാലംപൂർ ബുക്കിത് ജലീൽ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 6 മണിക്കാണ് കിക്ക് ഓഫ്. ടീമിന് വിജയത്തിൽ കുറഞ്ഞ ലക്ഷ്യങ്ങളില്ലെന്നും താരങ്ങളുടെ പ്രകടനത്തിൽ തൃപ്തനാണെന്നും പരിശീലകൻ ജെറോസ്ലാവ് സിൽഹാവി പറഞ്ഞു. എന്നാൽ എതിരാളികൾ ശക്തരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മസ്കത്തിൽ മലേഷ്യക്കെതിരെ സ്വന്തമാക്കിയ ആധികാരിക ജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്നിറങ്ങുന്നത്. മലേഷ്യക്കെതിരെ സ്വന്തം നാട്ടുകാർക്ക് മുമ്പിൽ ജയം സ്വന്തമാക്കിയ ടീം തുടർന്നും കഠിന പരിശീലനത്തിലായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെ നിർണായക പോരാട്ടത്തിൽ കഴിഞ്ഞ മത്സരത്തിലെ ആദ്യ 11 തന്നെ നിലനിർത്തിയേക്കും. താരങ്ങളെല്ലാം മത്സരത്തിന് ഫിറ്റാണെന്നുള്ളതും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. മലേഷ്യക്കെതിരെ 2 ഗോളുകളുടെ ജയം സ്വന്തമാക്കിയ ഒമാൻ ഗ്രൂപ്പ് ഡിയിൽ 1-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. കളിയുടെ തുടക്കം മുതൽ മുന്നേറ്റങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഇരു ടീമുകളും കളി മെനഞ്ഞത്. താരങ്ങൾ തമ്മിലുള്ള മികച്ച പാസിങ്ങുകൾ കൊണ്ട് ഒമാൻ ടീം കളി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയ അവസരങ്ങൾ ഒമാൻ ഗോൾ മുഖത്തേക്ക് കുതിച്ചായിരുന്നു മലേഷ്യൻ ടീമിന്റെ ഗെയിം പ്ലാൻ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.